ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്, അഹിംസയെന്നൊരു മന്ത്രം ചൊല്ലിയ ഗാന്ധിജിയുടെ തറവാട്. ഇത് ഭാരതനാട്, ഇത് ഭാരതനാട്. ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്, അഹിംസയെന്നൊരു മന്ത്രം ചൊല്ലിയ ഗാന്ധിജിയുടെ തറവാട്. ഇത് ഭാരതനാട്, ഇത് ഭാരതനാട്. യുഗാന്തരങ്ങളിലൂടെ മഹാമനസ്കരിലൂടെ കെടാത്ത കൈത്തിരിയേന്തി നമ്മൾ വളർന്നൊരു നാട്, ഇത് ഭാരതനാട്. യുഗാന്തരങ്ങളിലൂടെ മഹാമനസ്കരിലൂടെ കെടാത്ത കൈത്തിരിയേന്തി നമ്മൾ വളർന്നൊരു നാട്, ഇത് ഭാരതനാട്. ബോധിവൃക്ഷത്തണലിൽ ബുദ്ധൻ ബോധമാർന്നൊരു നാട്, വീരഹംസ വിവേകാനന്ദർ വന്നുദീച്ചൊരു നാട്, ഇത് ഭാരതനാട്. വീരഹംസ വിവേകാനന്ദർ വന്നുദീച്ചൊരു നാട്, ഇത് ഭാരതനാട്. ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്, അഹിംസയെന്നൊരു മന്ത്രം ചൊല്ലിയ ഗാന്ധിജിയുടെ തറവാട്. ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്, അഹിംസയെന്നൊരു മന്ത്രം ചൊല്ലിയ ഗാന്ധിജിയുടെ തറവാട്. ഇത് ഭാരതനാട്, ഇത് ഭാരതനാട്. ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്, അഹിംസയെന്നൊരു മന്ത്രം ചൊല്ലിയ ഗാന്ധിജിയുടെ തറവാട്. ഇത് ഭാരതനാട്, ഇത് ഭാരതനാട്. യുഗാന്തരങ്ങളിലൂടെ മഹാമനസ്കരിലൂടെ കെടാത്ത കൈത്തിരിയേന്തി നമ്മൾ വളർന്നൊരു നാട്, ഇത് ഭാരതനാട്. യുഗാന്തരങ്ങളിലൂടെ മഹാമനസ്കരിലൂടെ കെടാത്ത കൈത്തിരിയേന്തി നമ്മൾ വളർന്നൊരു നാട്, ഇത് ഭാരതനാട്. ബോധിവൃക്ഷത്തണലിൽ ബുദ്ധൻ ബോധമാർന്നൊരു നാട്, വീരഹംസ വിവേകാനന്ദർ വന്നുദീച്ചൊരു നാട്, ഇത് ഭാരതനാട്. വീരഹംസ വിവേകാനന്ദർ വന്നുദീച്ചൊരു നാട്, ഇത് ഭാരതനാട്. ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്, അഹിംസയെന്നൊരു മന്ത്രം ചൊല്ലിയ ഗാന്ധിജിയുടെ തറവാട്. ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്, അഹിംസയെന്നൊരു മന്ത്രം ചൊല്ലിയ ഗാന്ധിജിയുടെ തറവാട്. ഇത് ഭാരതനാട്.
ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്.